മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും സുഭാഷിതം. ഭൂമിയിൽ ജനിച്ച മനുഷ്യരെല്ലാവരും മരിക്കും എന്നുള്ളതിന് ആർക്കും സംശയമില്ല. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്നോ എവിടെ ആയിരിക്കുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും മരണത്തെ ഭയക്കുന്നു. മരിച്ചവർ എവിടെ പോകുന്നു? അവരുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും മനുഷ്യ മനസ്സുകളിലുണ്ട്. ഇവയ്ക്കെല്ലാം ആധികാരികമായ ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മെൻ ടു ഡൈ വൺസ്, ബട്ട് ആഫ്റ്റർ ദിസ് ജഡ്ജ്മെന്റ്. ദൈവം നിയമിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അതുപോലെ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബൈബിളിൽ മരണത്തെ നിദ്ര, വിശ്രമം, വേർപിരിയൽ ഇങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുവൻ ശാരീരികമായി മരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്ന് നാം പറയുന്നത്. മനുഷ്യന് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്ന 3 ഘടകങ്ങൾ ഉള്ളതായി നമുക്കറിയാം. ശാരീരിക മരണത്തെയും ആത്മീയ മരണത്തെയും കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നു. ശാരീരിക മരണം എന്നത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നതാണ്. ആത്മീയ മരണം എന്നത് ആത്മാവിനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നതാണ്. ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തതുകൊണ്ട് മരണം പരക്കുവാനിടയായി തീർന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. 6:23 പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്നാണ്. പാപികളായ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത യേശു കർത്താവ് പാപികൾക്ക് പകരമായി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ക്രൂശിൽ മരിച്ച യേശു കർത്താവ് 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പാപത്തിന്മേലും മരണത്തിന്മേലും ജയം കൊണ്ടാടി. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും സകല മനുഷ്യജാതിയെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർക്ക് ന്യായവിധിയില്ല. റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യോഹന്നാൻ 3:18 എഴുതിയിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുളിന്റെ പ്രവൃത്തികൾ പാപപ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശാരീരിക മരണം നമ്മെ പിടിക്കുന്നതിനു മുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ
എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ